വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. ഇത് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊളിച്ചെടുത്തു. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് വെളിച്ചെണ്ണ ഇത് വെളിച്ചെണ്ണ തിരുമ്പണം. അപ്പോഴാണ് അത് കറയുണ്ടതിൽ, അത് മാറാൻ വേണ്ടിയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മി ഇത് ഇപ്പോൾ കറയൊക്കെ മാറിയിട്ടുണ്ട്. ഇതൊക്കെ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് തിരുമ്മി, അതിന് കുറച്ച് 2 വേപ്പില, പിന്നെ കുറച്ച് തേങ്ങ, ഇതിൽ തേങ്ങയും മഞ്ഞൾപ്പൊടിയും വേപ്പിലയും എല്ലാം ഇട്ട് തിരുമ്മി, വെളിച്ചെണ്ണ എല്ലാം കൂടി തിരുമ്മി വെച്ചതാണ്. കുറച്ച് കടുക്, കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണ്. രണ്ട് വേപ്പിൻ്റെ എല്ലാം കൂടി ചേർക്കാം. ഇതിൽ വറ്റൽമുളക് ഇടിച്ച് വെച്ചതാണ്. ഇത് ഇതിലേക്ക് ചേർക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ അതിൽ വറ്റൽമുളക് ഇടിച്ചതും കൂടി ചേർത്ത് നമുക്ക് വാഴക്കൂമ്പ് ഇതെല്ലാം ചേർത്ത് ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുക്കും. വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. തീ കുറയ്ക്കണം ഗ്യാസിൻ്റെ. ഉപ്പ്, ഇത് മൂടി വെച്ച് ആവിയിൽ വേവിച്ചു. ഒരു 10-20-15 മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുക്കും. ഇപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പാകമായിട്ടുണ്ട്. നല്ല തോരനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കും.